ആദ്യം തന്നെ ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ. എൻ്റെ ഈ ചാനലിലേക്ക് കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ ചാനലിലേക്ക് സ്വാഗതം. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫേസ് എക്സ്പ്രഷൻ കുറച്ച് വീഡിയോ ഒക്കെ കുറച്ച് നന്നാവുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു കമൻറ്റ് വന്നു, ഞാൻ രേണു സുധിയെ കടത്തി വെട്ടാൻ പോവുകയാണോ, എന്ത് നടക്കില്ല എന്ന്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല. എനിക്ക് രേണു സുധി ആവണ്ട, എനിക്ക് രേണു സുധിയെ കടത്തി വെട്ടണ്ട. ഞാനായിട്ട് തന്നെ ഇരുന്നാൽ മതി. എനിക്കൊരിക്കലും രേണു സുധി ആവണ്ട. ഞാൻ അവരെ കൂട്ട് ഒരിക്കലും ആവാൻ ആഗ്രഹിച്ചിട്ടുമില്ല. ഞാൻ അവരെ കൂട്ട് അഭിനയത്തിന്റെ കാര്യത്തിലായാലും ജീവിതത്തിന്റെ കാര്യത്തിലായാലും അവരുടെ ലൈഫ് എൻറ്റയർലി ഡിഫറെൻറ്റ്, എൻ്റെ ലൈഫ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല. അതുകൊണ്ട് ആരും അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. പിന്നെ അഭിനയം, പിന്നെ അതൊക്കെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പം നമ്മുടെ ഫേസ് മുഖത്ത് വരുന്ന ചില എക്സ്പ്രഷൻസ് ഒക്കെയാണ്. അല്ലാതെ ഞാൻ രേണു സുധി അനുകരിക്കാനോ അവരെ കടത്തിവെട്ടാനോ അവരെ കണക്കോ ആഗ്രഹിക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വൺസ് മോർ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ ചാനലിലേക്ക് സ്വാഗതം. ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുവാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ സപ്പോർട്ട് ചെയ്തതിൽ വീണ്ടും പറയുകയാണ് ഒരുപാട് നന്ദി. അതും ഹൃദയത്തിൽ നിന്നും പറയുകയാണ്, സ്നേഹത്തോടെ ഒരുപാട് നന്ദി. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? ഇന്നത്തെ വീഡിയോയും രേണു സുധിയെ സംബന്ധിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും രേണുവിൻ്റെ ഒരു വാട്സപ്പ് ചാറ്റ് ലീക്ക് ആയതിനെ കുറിച്ച്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്താലോ? അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അതിൽ പറയുന്നത് UK ഒരാളാണ്, എനിക്ക് ഡയറക്റ്റ് കാണണം, നാട്ടിൽ വരുമ്പോൾ കാണാൻ പറ്റുമോ, അത് കണക്ക് തന്നെ എത്രയാ റേറ്റ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം രേണു പറയുന്നത് എൻ്റെ മാനേജറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി, അവർ പറയും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലെ സത്യം എന്താണെന്ന് അറിയില്ല. ഇത് സത്യമുള്ളതാണോ എന്ന് പോലും നമുക്കറിയത്തില്ല. ഇങ്ങനെ ഒരു ചാറ്റ് AI ഉണ്ടാക്കിയതാണോ അതോ സത്യമാണോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അവർ പറയുന്നത് സത്യമാണെന്ന്, ഷഫീന ബീബി പറയുന്നത് സത്യമാണ്, തെളിവുകളോട് കൂടിയാണ് വരുന്നത്. അവർ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുമ്പോൾ അതിൽ സത്യം ഉണ്ടാവുമായിരിക്കും, ഉണ്ടാവണം. പിന്നെ സത്യം ഉണ്ടാവാനാണ് കൂടുതൽ ചാൻസ്. കാരണം ഇത്രയും ഒരു വലിയൊരു അലിഗേഷൻ, ഒരു ചാറ്റ്, ലൈവ് ചാറ്റ് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായി വന്നിട്ട് പോലും നമ്മുടെ രേണു ചേച്ചി ഇതുവരേക്കും ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഇത് തെറ്റാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ രേണു തീർച്ചയായിട്ടും ഈ ലൈവ് ചാറ്റ് കൊണ്ടുവന്നവരുടെ പേരിൽ കേസ് കൊടുക്കണമായിരുന്നു. ഇതുവരേക്കും അങ്ങനെ ഒരു ഇതേ ഉണ്ടായിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ വോയിസ് വന്നിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇപ്പോൾ ലൈവ് ചാറ്റ് സഹിതം വന്നിട്ടോ രേണു ഒന്നും പ്രതികരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇതിനു മുന്നേ ആരോ ഒരു കമന്റ് ഇട്ടതിന്റെ പേരിൽ രേണു പറയുന്ന ഇത് കേൾക്കണം. ആദ്യം നമുക്ക് ഈ ലൈവ് ചാറ്റിന്റെ കാര്യം പറയാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് ലൈവ് ചാറ്റിന്റെ ഇത്. ഇതിൽ രേണുവിന്റെ ഒരു മറുപടി നമുക്ക് കേൾക്കാം. ഇത് ഇപ്പോഴത്തെ വീഡിയോ അല്ല, പണ്ടത്തെ വീഡിയോ ആണ്. എനിക്ക് UK കാരനും ഇല്ല, കാമുകനും ഇല്ല, ഭാര്യ രംഗത്തും വരുന്നില്ല, തീർന്നു. അങ്ങനെ ഒരു വ്യക്തി, ഒരു സ്ത്രീ ഒരു വീഡിയോ ഇട്ടിരുന്നു. എനിക്കറിയില്ല. അപ്പൊ ഈ പറയുന്നവർക്ക് UK കാരൻ, എനിക്ക് അങ്ങനെ ഒരു UK യിലാണെന്ന് ആര് പറഞ്ഞു? കാമുകൻ. എനിക്ക് കാമുകൻ ഉണ്ടെന്ന് ഞാൻ കൺഫേം പറഞ്ഞു, ആരുടെയും പറഞ്ഞിട്ടുണ്ടോ? ഈ പറഞ്ഞവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴത്തെ വീഡിയോ അല്ല, ഇത് വളരെ പഴക്കമുള്ള ഒരു വീഡിയോ ആണ്. അതിൽ പോലും ഒരു UK കാരൻ കാമുകനുണ്ടെന്ന് പറഞ്ഞപ്പോൾ രേണു പ്രതികരിക്കുന്നതാണ് ഇത്. പക്ഷെ ഇപ്പോൾ ഇത്രയും വലിയ അലിഗേഷൻസും ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും രേണു ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ രേണുവിന്റെ ഫ്രണ്ട് അത് സജിനയൊക്കെ വന്നിട്ട് ഓരോ AI നിന്നുള്ള ഇത് കണക്കുള്ള പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട്. ഈ സജിന എന്തിനാണ് ഇങ്ങനെ ഈ പോസ്റ്റുകളൊക്കെ ഇടുന്നത്? സജിനെ ഒരു കാര്യവും പറഞ്ഞില്ല. അതല്ല, സജിന പോസ്റ്റ് ഇടുന്നത് സ്വർണ്ണ കള്ളക്കടത്തിന്റെ പേര് മാത്രമുള്ള കാര്യത്തിനാണ്. പക്ഷെ അതല്ലല്ലോ ഇപ്പൊ ഈ ചാറ്റ് വന്നേക്കുന്നത് പോലും സ്വർണം കടത്തിയതിന്റെ പേരിലുള്ളതല്ല, അല്ലേ? മറ്റുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളതാ, ഡ്രഗ്സിന്റെയും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ച് എന്താ അവർ പോസ്റ്റ് ഇടാത്തെന്നാ? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താ അവർ പറയാത്തത്? ഒന്നും പറയുന്നില്ല. സ്വർണത്തിന്റെ കള്ളക്കടത്ത് ചെയ്തു എന്നുള്ളതിൻ്റെ പറഞ്ഞിട്ട് AI ഉണ്ടാക്കിയ കുറച്ച് പോസ്റ്റുകൾ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പോസ്റ്റുകളൊന്നും എന്താണ് സജിന ഇടാത്തത് അറിയില്ല. അതെന്താണോ എന്തോ. ഇത് ഇപ്പോഴത്തെ വീഡിയോ അല്ല, ആരും തെറ്റിദ്ധരിക്കേണ്ട, കുറേ നാൾ മുന്നേ ഉള്ള വീഡിയോ ആണ്. അപ്പൊ അന്ന് പോലും രേണു ഇതേ കണക്ക് സംസാരിച്ചിട്ടുണ്ട്, മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എന്താണ് പറയാത്തത്? അപ്പൊ അതിലെന്തെങ്കിലും സത്യം ഉണ്ടാവുമോ? നമുക്കറിയില്ലേ, എന്താണോ എന്തോ സത്യം. ഈ ലോകത്ത് നടന്നിങ്ങനെ മറ്റേ പണി ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു പുണ്യാളത്തി, നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അങ്ങനെ പറയാൻ പാടുള്ളൂ. കാരണം അവർ ആ പണി ചെയ്താലും ഒരു പുണ്യാളത്തി എന്ന് മാത്രമേ സംബോധന ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ ഒരു അംശം വേറൊരാൾ ചെയ്താൽ അവർ ലോക വെടി, പറ വെടി, മറ്റേ വെടി പറന്ന് നടക്കുന്നവൾ. ഈ നാവായിക്കുളത്തുള്ളവർക്കൊക്കെ എന്ത് കാണിക്കാം? വെടിവെക്കാം, തോക്കി കയറിയിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് രേണുവിന് ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ഈ സജിനിക്കൊക്കെ എന്താ ഇത്ര പ്രശ്നം? സജിന എന്തിനാ ആവശ്യമില്ലാതെ മറ്റവരെ വീണ്ടും ചൊറിയാൻ പോകുന്നത്? രേണു മറ്റേ ഷഫീന ബീബിയെ ചൊറിഞ്ഞതിന്റെ പേരിലാണ് ഷഫീന ബീബി എല്ലാം തെളിവോട് കൂടി കൊണ്ടുവന്നിട്ടേക്കുന്നു. ഷഫീന ബീബി അവരുടെ തന്നെ ചാനലിൽ പറയുന്നുണ്ട്, അവർ ഒരുപാട് കേസ് കൊടുത്തിട്ടുണ്ട്, അവർ എല്ലാം തെളിവോട് കൂടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അവർ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ
എന്തെങ്കിലും സത്യം ഉണ്ടാവില്ലേ? അതെ, അത് അല്ല, സജിന ഇപ്പോൾ പറഞ്ഞത് ഇത് ഷെഫീന ബീബിയും സജിനയും തമ്മിലുള്ള ഒരു എൻ്റെ പൊന്നേ എന്തോരു ബാഡ് വേർഡ്സ് യൂസ് ചെയ്യേക്കാന്നറിയോ, അതായത് തെറി പറയേക്കോണെന്നറിയോ ഇതിനകത്ത്. ഷെഫീനയുടെ ചാനലുണ്ട്, ഞാൻ വേണമെങ്കിൽ ചെറുതായിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒന്ന് കേൾപ്പിച്ചു തരാം. നമ്മളെ കൊണ്ടൊന്നും അത് കേൾക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ അത് ഇടാനോ ഒന്നും പറ്റില്ല. എന്നാലും ഞാൻ അവിടുന്നും ഇവിടുന്നും ഒക്കെ ഞാൻ കുറച്ച് ഒരു ഇതൊക്കെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എൻ്റെ പൊന്നെ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ വന്ന് തെറി വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസ് വിളിക്കുമ്പോൾ നീ പോലീസിന്റെ അടുത്ത് മറുപടിയൊക്കെ പറഞ്ഞാൽ മതി, മനസ്സിലായ? ഒരാളുടെ തുണിയില്ലാത്ത പണം ഉണ്ടെന്നും അത് പബ്ലിക് ചെയ്യുമെന്നും ഒക്കെ നീ പറഞ്ഞ നീ അതങ്ങ് പറഞ്ഞാൽ മതി, മനസ്സിലായ? ഒരു കാര്യം ഇല്ലാതെയാണ് നീ എന്നെ ഇതിനകത്ത് വിളിച്ചത്. നീ പിന്നെ അവനെ ഉപദേശിച്ചുകൊണ്ട്, കിച്ചുവിനെ ഉപദേശിച്ചുകൊണ്ട് നീ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ചേർത്ത് പിടിക്കുന്നവരൊന്നും പിന്നെ കാണത്തില്ല. അപ്പൊ ചേർത്ത് പിടിച്ചതാരാ? ഞാനല്ലേ? നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നേരിട്ട് പറയണം. നീ എന്തിനാ നീ വീഡിയോയിൽ കൂടെ പറയുന്നത്? കൈ കിട്ടിയതാ പറഞ്ഞത്. കൈ കിട്ടാത്ത എന്തോരം ഞങ്ങളെ പറഞ്ഞിരിക്കുന്നു, എന്നെ പറഞ്ഞിരിക്കുന്നു. ആ വിളിക്കുമ്പോ ഞാൻ പറഞ്ഞോളാം, കുഴപ്പമില്ല. ബാക്കി ആരൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്? അവർ ഈ ചെറുക്കനെ തന്നെ ഈ പറഞ്ഞ ഇത്രയും വ്യക്തികൾ എന്തുമാത്രം മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രേണുസുതി ആദ്യം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ അതിനെ അവർക്ക് പ്രതികൂലമായിട്ട് വിട്ടിട്ടപ്പോൾ ഞങ്ങൾ രണ്ട് തന്തയ്ക്ക് ഉണ്ടായവരായി, ഡബിൾ സ്റ്റാൻഡായി. അപ്പൊ നിങ്ങളൊക്കെയോ? നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ കിച്ചുവിന്റെ വീഡിയോ എടുത്ത് അവൻ ഡ്രഗ്സിന് അഡിക്റ്റ് ആണ്, മറ്റേ മറിച്ച് പറഞ്ഞ മോശമാക്കി അത്രയും ഇത് എല്ലാം ചെയ്തു. അങ്ങനെ ചേർത്ത് പിടിച്ച് ഇപ്പോഴും അവനെ ചേർത്ത് പിടിക്കുന്ന യുദ്ധം മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇല്ലേ? എല്ലാരെയും കൂടെ പറഞ്ഞത്. അന്നേരം പിന്നെ ഒരാളെ പേര് മാത്രമാണെങ്കിൽ പേരെടുത്ത് പറയുമല്ലോ. എല്ലാരെയും കൂടെ പറഞ്ഞ കാര്യം തന്നെ അവസാനം വരെ കാണുമോ? ആരും കാണത്തില്ല. ഇതിന്റെ തെളിവും ബാക്കിയുള്ള കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പുറത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. രണ്ടു കൂട്ടരും നിങ്ങളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ കണ്ണിന് കണ്ട കണക്കുള്ള കാര്യങ്ങളാണ് നിങ്ങളെല്ലാം വെച്ച് വിളമ്പുന്നത്. ഞങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ ഞങ്ങളെ കൺമുമ്പിൽ വരുന്ന വീഡിയോകൾ മാത്രം എടുത്ത് മെൻഷൻ ചെയ്താണ് ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമുക്ക് ഒരു പേഴ്സണലി ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ അയാൾ അങ്ങേ അറ്റം ചീത്ത പറഞ്ഞ് അപരാധിത്തരം പറഞ്ഞ് ഒരു വീഡിയോയിലും ഞങ്ങൾ ഇത്രയും മതി. ഇനി നമ്മൾ അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല, അത് കേൾക്കാൻ പറ്റില്ല. അയ്യോ എന്റെ ദൈവമേ, അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ലേ. വീഡിയോ എടുത്തിട്ട് അത് വെച്ച് മടക്കി, അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ല അത് കേൾക്കാനായിട്ട്. നിങ്ങളെ കേൾപ്പിക്കാനും എനിക്ക് അത്രയ്ക്ക് വലിയ ഇതൊന്നും ഇല്ല, അതുകൊണ്ട് വേണ്ട, നമുക്കത് കേൾക്കണ്ട, അവിടെ വെച്ച് നിർത്താം. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിൻ്റെ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. പോട്ടെ. ഇത്രയൊക്കെ പ്രശ്നങ്ങളായപ്പോഴത്തേന് രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അതേ കണക്ക് തന്നെ രേണു ഭയങ്കര ഡിപ്രഷനിലും ഭയങ്കരമായിട്ട് ഇതിലൊക്കെയാണ്. പക്ഷെ അത് രേണു പുറത്ത് പറയുന്നുമില്ല, കാണിക്കുന്നുമില്ല. രേണുവിൻ്റെ ഒരു ഫേസിൽ നിന്നും അതേ കണക്ക് തന്നെ രേണുവിൻ്റെ ചില പെരുമാറ്റത്തിൽ നിന്നും സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് രേണു നല്ല ടെൻഷനിലാണെന്ന്. അത് നമുക്ക് പറയാം. അതിന് മുന്നേ രേണുവിനെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത്രയും ഇതായിട്ട് ഒരുത്തം കിടന്ന് കരഞ്ഞ് മെഴുകുന്നത്, നേരത്തെ ഞാൻ ഇയാളുടെ ഒരു കരച്ചിലിട്ടിരുന്നതാണ്. ഇപ്പം അതിനെക്കാട്ടി അങ്ങേയറ്റമായിട്ട് കരഞ്ഞ് അഭിനയിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടിയിട്ട് ഒരുത്തം നടക്കുന്നുണ്ട് നടു റോഡിൽ നിന്നിട്ട്. ആദ്യം ഒന്ന് കാണാതെ. രേണുസുതിയുടെ തമിഴ് പാട്ട് ഞാൻ കേട്ടു. ഞാൻ ചിന്തിക്കുക, ഈ വീട്ടിലിരിക്കണം ഈ ചേച്ചിമാരൊക്കെ കുറ്റം പറഞ്ഞിരിക്കണം. അല്ല, രേണു സുധിയുടെ തമിഴ് പാട്ട് കേട്ടത് അതിന്റെ ഫലമായിട്ടാണോ കരയുന്നത്? അത്രയ്ക്ക് നല്ലോണം രേണു പാടിയിട്ടുണ്ട്, അതുകൊണ്ടാണോ ഇങ്ങനെ കരയുന്നത്? അത് അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു രേണുവിനെ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറയുന്നതിന്റെ പേരിലാണ് കരയുന്നതെന്ന്. രേണുവിന്റെ തമിഴ് പാട്ട് കേട്ടിട്ടാണോ കരഞ്ഞത്? കഷ്ടം. സമയം കൊണ്ട് ഈ പാട്ടൊന്ന് കേട്ടു നോക്കാൻ പാടില്ലേ? അവരെ കഴിവ്. ഈ വീട്ടിലിരിക്കുന്ന ചേച്ചിമാരെ സ്വന്തം വീട്ടിൽ വരുന്ന കിട്ടിയമാർക്ക് ചോറിന് ഉപ്പുണ്ടോ കഞ്ഞിക്ക് ഉപ്പുണ്ടോ നോക്കൂല. ഈ രേണുസുതിനെ കുറ്റം പറഞ്ഞു. ആ കൊച്ചെന്ത് തെറ്റ് ചെയ്തിട്ടാ? ആ പാട്ടൊന്ന് കേട്ടോ, ഒരു തമിഴ് പാട്ട്. അല്ല, ഈ പുള്ളിക്കാരൻ എന്താ പറയുന്നത്? രേണുവിനെ സപ്പോർട്ട് ചെയ്യാന്നോ രേണുവിന്റെ പാട്ടിനെ സപ്പോർട്ട് ചെയ്യാന്നോ? വീട്ടിൽ ഇരിക്കുന്ന നമ്മളൊക്കെ കഞ്ഞിക്ക് ഉപ്പുണ്ടോ ചോറിന് ഉപ്പുണ്ടോ എന്ന് നോക്കാതെ രേണുവിന്റെ തമിഴ് പാട്ട് കേൾക്കാൻ എനിക്ക് വയ്യ. ഈ പുള്ളിക്കാരൻ എന്താ ഉദ്ദേശിച്ച് ആർക്കറിയാം. എന്തായാലും അഭിനയമാണെന്ന് കണ്ടത്. നടു ദൈവം രേണുവിന് തന്നെ രേണുവിന്റെ മുഖം കണ്ടിട്ട് സഹിക്കുന്നില്ല ഗൈസ്. എന്തോ ഇത്? രേണു തന്നെ രേണുവിന്റെ ഫോണ് മുഖം നോക്കിയിട്ട് പേടിച്ചു. അയ്യോ എന്തോ ഇത്? ബീച്ചിലെ ഷൂട്ടിംഗ് ഉണ്ടായി, ഭയങ്കര ചൂടായിരുന്നടാ. അവനോട് കാണുമ്പോ പേടി. നല്ല ഉണ്ടായിരുന്നല്ലോ ഷൂട്ടെല്ലാം. ഷൂട്ടെല്ലാം നല്ലതുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വെയിൽ കൊള്ളാൻ പറ്റില്ല, മോഹം എല്ലാം പരിപാടി ചെയ്യും.
ഇപ്പോ മുഖമൊക്കെ അങ്ങ് കരിവാളിച്ചു പോയി ഗൈസ്. നേരത്തെ മുഖമൊക്കെ അങ്ങ് ഭയങ്കര ഗ്ലോ ആയിരുന്നു. ഇപ്പോ കാരണം ഇപ്പോ മറ്റേ ബ്ലൂടാൻ അതും ഇതും ഒക്കെ ചെയ്ത് ഒക്കെ വെച്ചേക്കുമല്ലേ. അപ്പൊ ഇപ്പോ കുറച്ച് നാൾ മുന്നേക്കെ സത്യം പറയാലോ, ഇപ്പൊ കുറച്ച് നാൾ മുന്നേക്കെ ഇപ്പൊ രേണു വന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. രേണു അന്ന് അവിടെ നിന്ന് വന്നപ്പോ ഗൾഫിൽ നിന്നൊക്കെ വന്നപ്പോ നല്ലതായിരുന്നു രേണുവിന്റെ മുഖം കാണാനും. രേണു സാമാന്യം നല്ല, ആരും കുറ്റം പറയത്തില്ലായിരുന്നു രേണുവിനെ കണ്ടു കഴിഞ്ഞാൽ. ഇപ്പൊ രേണുവിന്റെ മുഖം എന്താണ്, അത് രേണുവിന് തന്നെ അറിയാം രേണുവിന്റെ മുഖത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതല്ലേ രേണു സ്വന്തമായിട്ട് തന്നെ മൊബൈലിൽ നോക്കിട്ട് അയ്യോ ഇതാരാ എന്ന് പറയുന്നത്. എന്റെ മുഖം കറുത്ത് കരിവാളിച്ചു പോയി ഗായ്സ്. ഞാൻ വേറെ ഒരു കറുത്ത് കരിവാളിക്കാത്ത ഒരു ഫോട്ടോ ഞാനിവിടെ ഇടാം. ഫോട്ടോയില് രേണു കറുത്ത് കരിവാളിച്ചിരിക്കുവല്ല, ഭയങ്കര ഫെയർ ആണ്, അല്ലെങ്കിൽ ഭയങ്കര സൗന്ദര്യം ഇങ്ങനെ വടിഞ്ഞൊഴുകുകയാണോ ഗായ്സ്? അതൊക്കെ പോട്ടെ. രേണുവിനിപ്പോ വലുതായിട്ട് റീച്ചില്ല. രേണുവിനിപ്പോ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടക്കുവാണ്. ഇപ്പൊ വീട്ടിലിരിക്കുവാണ് രേണു എന്ന് കാണിക്കുന്ന ഒരു റീല് നമുക്കൊന്ന് കണ്ടാലോ? ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ കേൾക്കാതിരിക്കാൻ പറ്റുമോ? യോ യോ എന്താ രേണു അപ്പൊ ആരോ കമന്റ് ഇട്ടത് ഇപ്പോ റീച്ച് കുറയുന്നു, സുധിച്ചേട്ടന്റെ കൂടെയുള്ള ഫോട്ടോ ഇടാമോന്ന്. അപ്പൊ രേണു തന്നെ സമ്മതിക്കുന്നുണ്ട് രേണുവിന് ഇപ്പൊ റീച്ച് ഒന്നും ഇല്ലാന്ന്. എങ്ങനെ വരുന്നത്? ചേട്ടനോട് എനിക്ക് നല്ല ആൻസർ പറയണമെന്നുണ്ട്, പക്ഷെ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചേട്ടനിങ്ങ അടുത്ത് വന്നേ. ഒരു കമന്റിന് മറുപടിയായിട്ട് രേണു കൊടുത്തതാണിത്. അപ്പൊ രേണുവിന്റെ ഇപ്പോ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ടും ഇത്രയും അലിഗേഷൻസിന് രേണുവിന്റെ പേരിൽ വന്നിട്ടും രേണു എന്താണ് ഒന്നും പറയാത്തത്? ഒരു കമന്റിനുള്ള മറുപടി ഇത്ര സീരിയസ് ആയിട്ട് രേണു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം വന്നിട്ട് രേണു കമാന്നൊരു അക്ഷരം ഇണ്ടാതിരിക്കുന്നു. അതിലാണ് സംശയം. അപ്പൊ അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ? എനിക്ക് വലിയ വിഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് കൂടെ ഇങ്ങനെയുള്ള കുറച്ച് റീൽസുകളൊക്കെ കൊണ്ടുവന്ന് ഇടുന്നത്. ഞാൻ വളരെ ഹാപ്പിയാണ്, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഇതൊക്കെ കേട്ടിട്ടാന്ന് തോന്നുന്നു അപ്പുറത്തെ വീട്ടിൽ പട്ടിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കുറയലാണ്, നിർത്താതെ കുറയ്ക്കുകയാണ്. എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇതിനാണ് പൊന്നി ഇമാതിരി പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയ വന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് സ്നേഹവും കാണുന്ന ഇഷ്ടം കാണും, അതൊന്നും ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മണം ഉണ്ടെന്ന് പറയപ്പെടുന്ന ഈ ഷർട്ട് എടുത്താൽ ടീഷർട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ മണപ്പിച്ചിട്ട് അത് വീഡിയോ എടുത്ത് പാട്ട് വിട്ട് എന്തിനാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് മനസ്സിലാക്കാമല്ലോ. ഇമാതിരി പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോഴാണ് നിങ്ങളെ കുറിച്ച് വീണ്ടും നമുക്ക് എന്താണ് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകും. അതാണ് എന്തിനാണ് രേണുവിനെ കുറിച്ച് വീണ്ടും ഇങ്ങനെ നെഗറ്റീവ് വീഡിയോകൾ ഇടുന്നത് നമുക്ക് പറയാൻ തോന്നുന്നതിനും ഉള്ള കാരണം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? ഇതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് തോന്നുന്നത് ഗൈസ്. ഒരു പൂജാരിയാണെന്നാ പറയുന്നത്. ഏതോ ഒരു അമ്പലത്തിലെ ഒരു പൂജാരിയാണ്. ഓക്കെ, പ്രൊഫഷനാണ്, അഭിനയിക്കൂ, ആൽബത്തിൽ അഭിനയിക്കൂ, വെബ് സീരീസിൽ അഭിനയിക്കൂ, ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കൂ, ഓക്കെ അതൊക്കെ ശരിയാണ്. ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങളും ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളും കാണിക്കേണ്ട കാര്യമുണ്ടോ രണ്ടുപേർക്കും? ഇതുകൊണ്ടാണ് നമുക്ക് പറയാൻ തോന്നുന്നത്. ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും നടക്കുമ്പോൾ ഇവനൊക്കെയും ഇവളും ഈ രീതിയിൽ കാട്ടിക്കൂട്ടുന്നത് പതിപ്പിന്റെ അടിയിലേക്ക് അങ്ങ് കയറുവാണ്. വിദേശയാത്രകളുടെ പേരിൽ തനിക്കെതിരെ ഉയരുന്ന സ്വർണ്ണക്കടത്ത് ആരോപണങ്ങൾക്ക് മറുപടിയുമായി താരം. വിദേശത്തേക്ക് പോകുന്നത് സ്വർണ്ണം കടത്താനാണെന്ന് ചില ബ്ലോഗർമാർ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടിയായി താനും മാനേജറും ശരീരം മുഴുവൻ സ്വർണ്ണം ധരിച്ചു നിൽക്കുന്ന ഒരു AI ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് രേണു രംഗത്തെത്തിയത്. കൊച്ചി എയർപോർട്ടിലെ കസ്റ്റംസ് ഓഫീസർമാരും പോലീസ് ഏമാന്മാരും അവിടെ ഊഞ്ഞാലാടാനിരിക്കുന്നതുകൊണ്ട് സ്വർണ്ണക്കടത്ത് എളുപ്പമാണ്. ഇന്ന് ഇത്രേ കൊണ്ടുവരാൻ പറ്റുള്ളൂ, സോറി ഗൈസ്, അടുത്ത പ്രാവശ്യം കൂടുതൽ കൊണ്ടുവരാൻ നോക്കാം എന്നായിരുന്നു രേണുവിന്റെ തമാശ നിറഞ്ഞ കുറിപ്പ്. തന്നെ വേട്ടയാടുന്നവർക്ക് ഇതിലും വലിയ മറുപടി നൽകാനില്ലെന്ന് സോഷ്യൽ മീഡിയ പറയുന്നു. രേണു, സ്വർണ്ണക്കടത്തിന്റെ കാര്യമല്ലല്ലോ ഇപ്പൊ വലിയ ചർച്ചയായിരിക്കുന്നത്, മറ്റു പല കാര്യങ്ങളും ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താ ഇങ്ങനെയുള്ള പോസ്റ്റുകളൊന്നും ഇടാത്തത്? ഇത് സജിന ഇട്ട പോസ്റ്റാണ്. സജിന ഇങ്ങനെ ഓരോന്ന് AI ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഇങ്ങനെ ഇടുന്നുണ്ട്. ഞാൻ ഇനി സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. എന്റെ ബലമായ ഒരു സംശയം, രേണുവിന്റെ മാനേജറാണ് ഇതിന്റെ പിന്നിൽ എല്ലാ കരുക്കളും നീക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയം. രേണു വെറും ഒരു എന്താ പറയുന്നേ, ഒന്നും അറിയാൻ വയ്യാതെ ഇങ്ങനെ പറയുന്ന അനുസരിച്ച്, അതായത് മാനേജർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെന്നാണ് തോന്നുന്നത്. കാരണം നേരത്തെ ഒരു വീഡിയോ വന്നിരുന്നു, രേണുവിന്റെ മാനേജറും കൂടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു അലിഗേഷന്റെ പേരിൽ ആരൊക്കെയോ കേസ് കൊടുത്തിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷേ മാനേജറും രേണുവും കൂടെ വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടില്ല, ഇത് വ്ളോഗർമാരുടെ റീച്ചിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കള്ളക്കഥയാണെന്നാണ്. പക്ഷേ അതിന്റെ സത്യാവസ്ഥയായിട്ട് ഇപ്പോൾ ഒരു വ്ളോഗർ, അതായത് കേസ് കൊടുത്ത ഒരു വ്ളോഗർ തന്നെ നമ്മുടെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കേസ് കൊടുത്തിട്ടുണ്ട്, അത് കൊടുത്തേക്കുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ആ വാട്സപ്പ് നമ്പർ വെച്ച് കൊടുത്ത
ആ നമ്പറിലേക്ക് പോലീസ് വിളിച്ച് അന്വേഷിച്ചപ്പോൾ ആ വാട്സപ്പ് നമ്പർ രേണുവിന്റെ മാനേജറുടെയാണ്. അപ്പൊ രേണുവിന്റെ മാനേജറുമായിട്ടാണ് പോലീസ് സംസാരിച്ച് എല്ലാം ചെയ്തത്. പക്ഷേ രേണുവിന് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ രേണുവിനെ ഈ ഇങ്ങനെ ഒരു കേസിന്റെ കാര്യങ്ങള് രേണുവിന്റെ മാനേജര് രേണുവിനോട് പറഞ്ഞിട്ടില്ല എന്ന് ഒരു ചർച്ച ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നടക്കുന്നുണ്ട്. ഇതിനകത്ത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്കും തോന്നുന്നത് രേണുവിനെ യൂസ് ചെയ്യുവാൻ തോന്നുന്നുണ്ട്, രേണുവിന്റെ മാനേജർ ആയാലും മറ്റു പല ആൾക്കാരും. പക്ഷേ രേണുവിന് അറിയില്ലേ, അതോ അറിഞ്ഞിട്ട് ഇതിനെ അഭിനയിക്കുവാണോ എന്താണോ എന്തോ, എന്തു ആയാലും രേണു നീ ശ്രദ്ധിക്കൂ. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്നുണ്ടെങ്കിൽ നീ ഇതിനെക്കൂടി പ്രതികരിച്ച് ഒന്നുകിൽ കേസ് കൊടുക്കൂ, അല്ലെങ്കിൽ നീ പ്രതികരിക്കൂ. നീ ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഇതിൽ സത്യം ഉണ്ടെന്നാണ്. അതുകൊണ്ടാണോ മിണ്ടാത്തത് അറിയില്ല. പക്ഷേ എന്റെ പൊന്നു രേണു, ആവശ്യമില്ലാത്ത ഈ ഗുലുമാലിലേക്കൊന്നും ചെന്ന് ചാടണ്ട. ഇത് അത്ര നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ആവശ്യമില്ലാതെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടാതെ ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യൂ. അതാണ് നിങ്ങൾക്ക് നല്ലത്. ഈ ആൽബങ്ങളിൽ അഭിനയിക്കുന്നതും സബ്സ്ക്രിപ്ഷനിൽ കാണിക്കുന്നതും അതൊന്നും ഒരു തെറ്റല്ല, അതൊന്നും വലിയ പ്രശ്നമല്ല. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ, ഒരു പ്രശ്നമല്ല. പക്ഷേ ഇപ്പോൾ വന്ന ഈ അലിഗേഷനോട് എന്താണ് അതിന്റെ സത്യം എന്ന് വെച്ചാൽ നിങ്ങൾ പ്രതികരിച്ച് ഒന്നുകിൽ നിങ്ങൾ കേസ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മീഡിയയിൽ വന്ന് പറയുക ഇതെല്ലാം കള്ളമാണ്. അപ്പൊ അതിന്റെ തെളിവ് സഹിതം നിങ്ങളും കൊണ്ടുവരിക, ഇതെല്ലാം കള്ളമാണ്, ഇതെല്ലാം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകളാണ് എന്നുള്ളത് തെളിവ് സഹിതമായിട്ട് നിങ്ങൾ വരിക. അതാണ് രേണുവിന് നല്ലത്. പക്ഷെ മിണ്ടാതിരിക്കുന്നതിലൂടെ എല്ലാവരും വിചാരിക്കുന്നത് ഇതൊരു സത്യമായ കാര്യം ആണെന്നാണ്. ഇനി നമുക്ക് രേണുവിന്റെ ചില കുൽസിതമായിട്ടുള്ള റീൽസ് കണ്ടാലോ. ഞാനങ്ങ് പാട്ട് കേട്ടപ്പോൾ കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇട്ടു പോയെന്നേ ഉള്ളൂ. രേണു ആവാനൊന്നും ചെയ്യുവല്ല കേട്ടോ. എനിക്ക് അസിസ്റ്റന്റ് ഉണ്ടായിരുന്നല്ലോ, ആ കുട്ടിക്ക് എന്തോ ഫാമിലിയിൽ പോകണം, അത്യാവശ്യം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവള് പോയതാണ്. വേറെ അസിസ്റ്റന്റ് ഇങ്ങനെ ചോദിച്ചായിരുന്നു, രേണു സുധീർ അസിസ്റ്റന്റ് ആകാൻ താല്പര്യം ഉണ്ടെന്ന്. കുറെ സെലിബ്രേറ്റഡ് അസിസ്റ്റന്റ് ആയിട്ട് നിന്ന ഒരാളാണ്. അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ വേറെ സെലിബ്രിറ്റിയുടെ അസിസ്റ്റന്റ് ആയിരുന്ന ഒരു കുട്ടി എന്നോട് ചോദിച്ചായിരുന്നു അസിസ്റ്റന്റ് ആവാൻ വേണ്ടി. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആണല്ലോ, അപ്പൊ മറ്റുള്ള സെലിബ്രിറ്റീസിന് അസിസ്റ്റന്റ് ആയി പോയ ആള് തന്നെ വേണം എനിക്കും. കാരണം ഞാനിപ്പോ വലിയൊരു സെലിബ്രിറ്റി ആണ് ഗൈസ്. രേണു എന്ന് പറഞ്ഞ പുള്ളിക്കാരി അല്ലെങ്കിൽ ആ സ്ത്രീ എൻ്റെ സുഹൃത്തിന്റെ ഭാര്യയാണ്. അദ്ദേഹം മരിച്ചുപോയി, എൻ്റെ സഹപ്രവർത്തനായിരുന്നു. ആ സ്ത്രീ എൻ്റെ ലൈഫിൽ ഞാൻ ആകെ 3 വട്ടം കണ്ടിട്ടുള്ളൂ. ഒരു ആലിക്കോട് ഇവന്റിലും ഈ കഴിഞ്ഞ ദിവസം ഭാര്യ മെഡിക്കൽ ടെസ്റ്റിൽ ഹോസ്പിറ്റലിലെ സമയത്ത് അവിടെ വന്നപ്പോഴും പിന്നെ മരണത്തിൻ്റെ അന്നും. അല്ലാതെ ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയെ അറിയാതെ ജഡ്ജ് ചെയ്യാറില്ല. പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ ജീവിച്ചു. ഇപ്പോൾ ഞാൻ ഒരാൾ ഭർത്താവ് മരിച്ചു പറഞ്ഞ സ്ത്രീ വീട്ടിൽ കയറി വിധവയായിട്ട് ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർക്ക് മക്കളുണ്ടെങ്കിൽ മക്കളെ ജോലി ചെയ്ത് മക്കളെ പഠിപ്പിക്കാനും മക്കൾക്ക് ഭക്ഷണം നൽകാനും അമ്മമാർ ജോലിക്ക് പോകും. ഞാൻ ഇപ്പോഴും പറയുന്നു ഓൾ ദ മോംസ് ആർ സൂപ്പർ ഹീറോസ് എന്നാണ്. ഈ പറഞ്ഞ രേണു ചേച്ചി അല്ലെങ്കിൽ രേണു സുധി ഒരു അമ്മയാണ്. രേണു ചേട്ടൻ എന്നൊരു മകനുണ്ട് അവർക്ക്, അവരൊരു അമ്മയാണ്. അപ്പം ഞാൻ വെള്ളം കുടിക്കും. നിങ്ങൾ ഓൾ മോംസ് ആർ സൂപ്പർ ഹീറോ എന്നല്ലേ താങ്കൾ പറയുന്നത്? അത് മോംസ് എല്ലാം, അതായത് ഭർത്താവ് മരിച്ച സ്ത്രീകള് ഇങ്ങനെ ജോലി ചെയ്ത് കാശുണ്ടാക്കി മക്കളെ നോക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ലോകത്തിലെ ആദ്യത്തെ ആളൊന്നും അല്ല ഭർത്താവ് മരിച്ച സ്ത്രീ ആയിട്ടുള്ള രേണു. ഭർത്താവ് മരിച്ച സ്ത്രീകള് നന്നായിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് മക്കളെ വളർത്തുന്നുണ്ട്. ഈ രേണു പറയുന്ന ഇതാണ്, മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോ ഒരു അമ്മ സൂപ്പർ മോം എന്നാ പറഞ്ഞത്. സൂപ്പർ മോംസ് ആരും ഇങ്ങനെ ചെയ്യില്ല. ഇവര് സൂപ്പർ മോം അല്ല. സൂപ്പർ മോംസ് മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ അഴിഞ്ഞാടി നടന്ന് പൈസ ഉണ്ടാക്കിയിട്ടല്ല മക്കളെ വളർത്തണ്ടേ. അപ്പൊ അങ്ങനെ വളർത്തുന്ന മക്കള് കുറച്ചുകൂടെ ഒന്ന് തലയെടുപ്പാവുമ്പോൾ തിരിഞ്ഞു നിന്ന് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ പൈസ ഉണ്ടാക്കി വളർത്തിയതെന്ന് തിരിഞ്ഞു നിന്ന് ചോദിക്കും. ഇപ്പൊ കിച്ചു ചോദിച്ചത് കണ്ടോ, അത് സ്വന്തം മോനല്ല, എന്നാലും ചോദിച്ചത് പറഞ്ഞതും കേട്ടോ, അതേ കണക്ക് ചോദിക്കും. സൂപ്പർ മോംസ് ആയിട്ട് ഇങ്ങനെ രേണു പൈസ ഉണ്ടാക്കുന്ന കണക്ക് പൈസ ഉണ്ടാക്കി മക്കളെ വളർത്തിയാൽ. പിന്നെ താങ്കൾ പറയുന്നു എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ജഡ്ജ് ചെയ്യാൻ ആളല്ല. കറക്റ്റ്.
ഞാനും അതാ പറയുന്നത്. ഇപ്പൊ രേണുവിന്റെ പേരിൽ വന്നേക്കുന്ന അലിഗേഷന്റെ സത്യാവസ്ഥ നമുക്കും അറിയില്ല. അതുകൊണ്ട് നമ്മളും ഈ കാര്യത്തിൽ ജഡ്ജ് ചെയ്യാൻ ആളല്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോ ഇപ്പോഴും പറയുന്നു രേണു പ്രതികരിക്കൂ. രേണു ആവശ്യമില്ലാതെ ഓരോ പ്രശ്നങ്ങളിലേക്ക് പോവാണ്. ഒരാള് ഒരു കമന്റ് ഇടുമ്പോൾ തന്നെ രേണു ഇത്രയും നല്ല പച്ച തെറി പറഞ്ഞ് പ്രതികരിക്കുമ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അതാണ് എല്ലാവർക്കും ഉള്ള ഒരു സംശയം. പിന്നെ അപ്പൊ ഇതൊക്കെയാണ് രേണുവിന്റെ പുതിയ വിശേഷങ്ങള്. പക്ഷേ എന്തോ രേണുവിന്റെ ഇങ്ങനെ ഒരു ചാറ്റൊക്കെ വന്നപ്പോഴത്തേന് വല്ലാത്ത ഒരു വിഷമാണോ എന്താണോ എന്ന് അറിയത്തില്ല. പിന്നെ രേണുവിന്റെ രൂപത്തിലും രേണുവിന്റെ ഭാവത്തിലും ഒക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോ വളരെ ശാന്തമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ശാന്തമല്ല, അതുകൊണ്ടല്ലേ തെറിയൊക്കെ വിളിക്കുന്നത്. പക്ഷെ ഇപ്പൊ കുറെ അങ്ങോട്ട് പരസ്യമായിട്ട് വന്നിട്ട് തെറി വിളിയാണ്. ആരെയായാലും തെറി വിളിക്കുകയാണ്. 2-3 ദിവസം മുന്നേ ഒരു പബ്ലിക്കായിട്ട് തെറി വിളിക്കുന്നത്. അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ്. അത്രേ ഉള്ളൂ, അത് കൂടുതലൊന്നും ഇല്ലല്ലോ. ഇനി എന്ത് പറഞ്ഞാലും എന്ത് നെഗറ്റീവ് പറഞ്ഞാലും മരയുണ്ട് മരപ്പെട്ടി എന്ത് പറഞ്ഞാലും അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഇനി ഇല്ലല്ലോ. ഇറങ്ങിയിട്ട് കമന്റ് ഇട്ട് പബ്ലിക്കായിട്ട് വന്നിട്ട് തെറി വിളിക്കുക, അത് നല്ല വേർഡുകളാണ് യൂസ് ചെയ്യുന്നത്. അത് ഇത്തിരി കൂടുതലായിട്ടുണ്ട്. നേരത്തെ ഒന്നും ഇങ്ങനൊന്നും സംസാരിക്കത്തില്ലായിരുന്നു. എന്താണോ എന്തോ കാര്യം നമുക്കറിയില്ല. തോന്നുന്നു ഗൈസ്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ വന്നിരുന്നു കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഇങ്ങനെ അങ്ങോട്ട് അറിഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ ട്രെയിൻ കുറച്ചുള്ള സമയം നോക്കിയാൽ വന്നിരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ഇവിടെ ബോംബെ പൂനെ ഹൈവേ അല്ല, ബോംബെ പൂനെയിലേക്കുള്ള ഇതാണ്. അതുകൊണ്ട് എപ്പോഴും ട്രെയിൻ പൊക്കോണ്ടേ ഇരിക്കുക. അതോ എന്ത് സൗണ്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ ട്രെയിൻ പോകുന്നത്. ഓട്ടെ. അപ്പൊ ഇതൊക്കെയാണ് രേണുവിന്റെ പുതിയ വിശേഷങ്ങൾ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ പറയൂ. അപ്പൊ നമുക്ക് നാളെ കാണാൻ മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും വെൽക്കം.